യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന മറ്റൊരു വിവരമനുസരിച്ച് ഏതാണ്ട് 2800 ഡ്രോണുകൾ ഈ യുദ്ധസമയത്ത് ഫെബ്രുവരി 28 മുതൽ യിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൂടാതെ മിസൈലുകൾ കൂടാതെ നിരവധി ഡ്രോണുകളും വന്ന സാഹചര്യം സർക്കാർ വ്യക്തമാക്കുകയാണ്. 96% ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി എന്ന് യുടെ സർക്കാർ അറിയിക്കുന്നുണ്ട്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിൽ വിജയിച്ചു എന്നും പറയുന്നു. അതുമാത്രമല്ല, രാജ്യം ജാഗ്രതയോടെ ഇതിനെ നേരിട്ടു. എല്ലാ തലങ്ങളിലുമുള്ള ഡിഫൻസുകൾ യുടെ ഭാഗത്തുനിന്നുണ്ടായി. നാശനഷ്ടങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടില്ല. ഇത്രയും വലിയ ആക്രമണം നടന്നിട്ടും രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയോ ബിസിനസ് മേഖലകളെയോ ബാധിച്ചിട്ടില്ല. യുടെ ആഭ്യന്തര കരുത്തിൻ്റെ അടയാളമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലോകരാജ്യങ്ങളുമായി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിരവധി തവണ സംസാരിച്ചു. 100-ലേറെ ഫോൺ കോളുകൾ ചെയ്തു. കൂടാതെ 100-ലധികം കൂടിക്കാഴ്ചകൾ വിദേശകാര്യമന്ത്രി നടത്തി. അങ്ങനെ ലോകരാജ്യങ്ങളുടെ കൂടെ സഹകരണത്തോടെ ആണ് ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ തങ്ങൾക്ക് സാധിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ സംഘർഷങ്ങളൊക്കെ ഒതുങ്ങിയ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്തോടെ രാജ്യം മുന്നോട്ട് പോകും എന്നും വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് ഈ മധ്യസ്ഥ ശ്രമത്തിന് വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ്. തിരക്കിട്ട ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിലും പാക് ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലും പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ വഴിയും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഡൊണാൾഡ് ട്രംപുമായും മറ്റും സംസാരിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. പക്ഷേ ഇതിലൊന്നും യാതൊരു തരത്തിലും ട്രംപ് വഴങ്ങുന്നില്ല. ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇറാനും വഴങ്ങുന്നില്ല. ചർച്ചയ്ക്കായി അമേരിക്കൻ സംഘം എത്തുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇറാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചിട്ടുണ്ട്. നാവിക ഉപരോധം തീർക്കാതെ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമുസിന് പുറത്ത് തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ നേതൃത്വത്തിലെ ഭിന്നതകൾ സംബന്ധിച്ചും നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് തുറന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ എക്സ് പേജിൽ 2 ദിവസമായി കുറിപ്പുകളില്ല. അതായത് അബ്ബാസ് അരക്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനെതിരെ പ്രാദേശികമായി വലിയ വികാരം ഉണ്ടായിരുന്നു. യുദ്ധം നടത്തുന്നവരോട് കോംപ്രമൈസ് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇറാനിലും സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും ഒടുവിലത്തെ അവരുടെ നിലപാട് ഒരു തരത്തിലുമുള്ള സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ്. അത് കൃത്യമായ നിർദ്ദേശം ലഭിക്കാതെ, കൃത്യമായ ഉറപ്പുകൾ കിട്ടാതെ തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റ് തുറമുഖങ്ങളെ കൂടി ലക്ഷ്യം വെക്കും എന്നുള്ളതാണ്. നമുക്കറിയാം അജയ്, നേരത്തെ യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിന്നപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആക്രമിക്കുക, ഗൾഫ് രാജ്യങ്ങൾ യിലടക്കം ഡ്രോണുകൾ പായിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് എന്താണ്? സൗദി അറേബ്യയിലെ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഉപരോധം തുടർന്നാൽ, തങ്ങളുടെ കപ്പലിനെ വിട്ടു നൽകിയില്ലെങ്കിൽ കൂടുതൽ തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നത് വീണ്ടും ലോകത്ത് തീരാനാവാത്ത വിധമുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു സൂചന കൂടിയാണ്. ഇപ്പോൾ ഇറാൻ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ സൗദിയിലെ യാംബു തുറമുഖം ഉൾപ്പെടെ ഈ യുദ്ധത്തിന് വേദിയാകും എന്നതാണ്. ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്ക് നമുക്കറിയാം. ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിൻ്റെ ഒരു കൊടുമ്പിരികൾ കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ അവിടെ കപ്പലുകൾക്ക് നേരെയുള്ള വെടിവെപ്പ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹോർമുസിന് പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത അത് ഏറെക്കുറെ വിരളം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു അമേരിക്കയുടെ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഈ ഹോർമുസിന് പുറത്തേക്ക് സംഘർഷങ്ങൾ വ്യാപിക്കും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനു മുൻപേ യുദ്ധം ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടുനിന്ന ഘട്ടത്തിൽ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. എയർപോർട്ടുകൾക്ക് നേരെ, അതുപോലെ തന്നെ മറ്റ് ജനവാസ മേഖലകൾക്ക് നേരെ എല്ലാം ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴാണ് പല ഗൾഫ് നാടുകളും അവരുടെ എയർ സ്പേസ് ഒക്കെ തുറക്കുകയും ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയും സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കുകയും എല്ലാം ചെയ്തത്. നേരത്തെ നമുക്കറിയാം ചെറിയ പെരുന്നാളായിട്ട് അവിടെ ഈദ്ഗാഹുകൾ പോലും പലയിടങ്ങളിലും റദ്ദാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇറാനിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെയും എയർ സ്പേസുകൾ ഉൾപ്പെടെ ഇപ്പോൾ തുറക്കുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ടമായി ഇറാനിലെ എയർ സ്പേസ് ഓപ്പൺ ആക്കും എന്നതാണ് അവിടുത്തെ അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വന്ന് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസിൽ മാത്രമാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത്. പക്ഷേ അമേരിക്ക നിലവിലുള്ള തരത്തിൽ പ്രകോപനം തുടർന്നാൽ
ട്രംപ് പറയുന്നത് പോലെ ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചതിന് ശേഷം ഇറാനിലേക്ക് ആക്രമണം നടത്താൻ മുതിർന്നാൽ പഴയതുപോലെ തങ്ങൾ സാഹചര്യങ്ങളെ കൊണ്ടുപോകും, അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാകും, എല്ലാവരുടെയും ഉറക്കം കെടും എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. ഇത് തീർച്ചയായും ഇത്തരമൊരു മുന്നറിയിപ്പ് ഇത് പുറത്തുവിട്ടത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പല ഗൾഫ് നാടുകളുമായിട്ടും ഇറാന്റെ പ്രതിനിധികൾ പിന്നീട് സംസാരിച്ചിരുന്നു ഈ സംഘർഷങ്ങൾ ഒരു വെടിനിർത്തലിലേക്ക് വന്നതിന് ശേഷം. അത് തീർച്ചയായിട്ടും അവരെ അനുനയിപ്പിക്കാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു ഭീഷണി പുറത്തുവിട്ടത് അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചല്ല, അമേരിക്കയെ ഉദ്ദേശിച്ച് തന്നെയാണ്. അമേരിക്കയ്ക്ക് മേൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ആണെങ്കിലും ലോകത്തിൻ്റെ തന്നെ ഒരു സമ്മർദ്ദം അത് അമേരിക്കയ്ക്ക് മേൽ കൂടുതലായിട്ട് ചെലുത്തണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇറാന്റെ നിലവിലെ ഭീഷണികളും വെല്ലുവിളികളും എന്ന് നമുക്കിവിടെ അനുമാനിക്കാൻ. ടെഹ്റാനിൽ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ടെഹ്റാനിലും മറ്റും വിമാനത്താവളങ്ങൾ തുറക്കുന്നുണ്ട്. അതിൽ ഇമാം ഖൊമേനി വിമാനത്താവളം, മെഹ്റാബാദ് വിമാനത്താവളം എന്നിവ ഇറാൻ തുറന്നു. ശനിയാഴ്ച മുതൽ ഉർമിയ, കർമാൻ ഷാ, അബാദാൻ, ഷിറാസ്, കർമാൻ, റാഷ്ത്, ഏസ്ദ്, സഹേദാൻ, ഗോർഗാൻ എന്നീ നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ കൂടി തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ ധാരണ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അനുമതി നൽകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ഇതിനിടയിൽ പാകിസ്ഥാനിൽ കനത്ത സുരക്ഷ US പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഏർപ്പെടുത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ വ്യോമസേനാ താവളത്തിൽ 6 US വിമാനങ്ങൾ എത്തിച്ചേർന്നതായി അൽ ജസീർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്താവിനിമയ ഉപകരണങ്ങൾ, വാഹനവ്യൂഹത്തിനുള്ള പിന്തുണ, മറ്റ് അധിക സാമഗ്രികൾ എന്നിവയുമായാണ് ഈ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയത്. ഇസ്ലാമാബാദിലേക്കുള്ള പ്രമുഖ VVIP പ്രവേശന കവാടമാണ് ഈ വ്യോമസേന താവളം. എത്തിയ വിമാനങ്ങളിൽ 2 എണ്ണം ഇന്നലെയും ഇന്നും ഒക്കെയായി 48 മണിക്കൂറിനുള്ളിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഉപകരണങ്ങൾ ഇറക്കിയ ശേഷം ഇവ മടങ്ങിപ്പോവുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു നിർണായകമായ വാർത്ത പുറത്തുവരുന്നത് അത് UAE-യുമായി ബന്ധപ്പെട്ടാണ്. UAE-യിൽ വൻ ഭീകര ശൃംഖലയെ തകർത്തു എന്നുള്ള വിവരം അവിടുത്തെ സർക്കാർ പുറത്തുവിടുകയാണ്. ദേശീയ സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വലിയൊരു സംഘടനയാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് തകർത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആസൂത്രിതമായ ഭീകരാക്രമണങ്ങൾക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പദ്ധതിയിട്ട സംഘാംഗങ്ങളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം പുറത്തുവരുന്നു. ഇവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഏതാണ്ട് 20ഓളം സംഘാംഗങ്ങളെ UAE അറസ്റ്റ് ചെയ്തു, സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും നിർണായകം വിദേശ ശക്തികൾ, അതായത് ഇറാനുമായി മറ്റു ബന്ധമുണ്ട്. ഇറാനിലെ വിലായത്ത് അൽ ഫലീഫ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകളായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. UAE-യിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കടന്നു കയറാൻ ഇവർ ശ്രമിക്കുന്നതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന തീവ്രവാദ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല ചെറുപ്പക്കാരെ അടക്കം ഇവരുടെ സംഘാംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. രഹസ്യയോഗങ്ങൾ, റിക്രൂട്ട്മെൻറ്റുകൾ, കൂടാതെ ഫണ്ട് ശേഖരണവും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ കിട്ടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത്. ഇവർക്ക് രാജ്യം ഏറ്റവും അർഹമായ ശിക്ഷ നൽകുമെന്നും UAE അറിയിച്ചിട്ടുണ്ട്. UAE-യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന മറ്റൊരു വിവരമനുസരിച്ച് ഏതാണ്ട് 2800 ഡ്രോണുകൾ ഈ യുദ്ധസമയത്ത് ഫെബ്രുവരി 28 മുതൽ UAE-യിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൂടാതെ മിസൈലുകൾ കൂടാതെ നിരവധി ഡ്രോണുകളും വന്ന സാഹചര്യം സർക്കാർ വ്യക്തമാക്കുകയാണ്. 96% ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി എന്ന് UAE-യുടെ സർക്കാർ അറിയിക്കുന്നുണ്ട്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിൽ വിജയിച്ചു എന്നും പറയുന്നു. അതുമാത്രമല്ല രാജ്യം ജാഗ്രതയോടെ ഇതിനെ നേരിട്ടു. എല്ലാ തലങ്ങളിലുമുള്ള ഡിഫൻസുകൾ UAE-യുടെ ഭാഗത്തുനിന്നുണ്ടായി. നാശനഷ്ടങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടില്ല. ഇത്രയും വലിയ ആക്രമണം നടന്നിട്ടും രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയോ ബിസിനസ് മേഖലകളെയോ ബാധിച്ചിട്ടില്ല. UAE-യുടെ ആഭ്യന്തര കരുത്തിൻ്റെ അടയാളമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലോകരാജ്യങ്ങളുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിരവധി തവണ സംസാരിച്ചു. 100-ലേറെ ഫോൺ കോളുകൾ ചെയ്തു. കൂടാതെ 100-ലധികം കൂടിക്കാഴ്ചകൾ വിദേശകാര്യമന്ത്രി നടത്തി. അങ്ങനെ ലോകരാജ്യങ്ങളുടെ കൂടെ സഹകരണത്തോടെ ആണ് ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ തങ്ങൾക്ക് സാധിച്ചത് എന്നാണ് ഇപ്പോൾ UAE വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ സംഘർഷങ്ങളൊക്കെ ഒതുങ്ങിയ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്തോടെ രാജ്യം മുന്നോട്ട് പോകും എന്നും UAE വ്യക്തമാക്കുന്നു.
സൗദി അറേബ്യയിലെത്തി ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജോൽപ്പന്ന വിതരണ പങ്കാളികളൊന്നാണ് സൗദി അറേബ്യ. ഊർജ്ജരംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തമാക്കുന്നത് ചർച്ചയായി എന്നാണ് സൗദിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അജിത് ഡോവലുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.